നമുക്ക് പളനി യാത്ര തുടർന്നാലോ? ശരിക്കും നമ്മൾ കേട്ടിട്ടില്ലേ, ട്രിപ്പ് പോകണം, ശരിക്കും ട്രിപ്പ് പോകണം. നമുക്ക് കുറേ പൈസയൊന്നും വേണ്ട, നമുക്കുള്ള പൈസയൊക്കെ വെച്ച് ചെറിയ സ്ഥലത്തായാലും ഒരു ട്രിപ്പൊക്കെ പോകണം കേട്ടോ. ഞാൻ ഈ ട്രിപ്പിൽ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു കുടുംബം ഉണ്ടായിരുന്നു. അച്ഛനമ്മ, 2 മക്കൾ. അതിൽ മൂത്തവൻ അവൻ്റെ അച്ഛനെ കെയർ ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിരുന്നു. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ അവൻ്റെ അച്ഛനെ കാലിലും കയ്യിലൊക്കെ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു. തണുപ്പ് വരുമ്പോൾ അവൻ്റെ അച്ഛന് പുതപ്പൊക്കെ എടുത്ത് ഇങ്ങനെ പുതയ്ക്കുന്നുണ്ടായിരുന്നു. അത്ര ചെറുപ്പത്തിൽ അവൻ്റെ കുടുംബത്തെ കെയർ ചെയ്യുന്ന കാണുമ്പം അവൻ കുറച്ചുകൂടെ വലുതാകുമ്പം അവൻ്റെ കുടുംബത്തെ നന്നായിട്ട് നോക്കും. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എനിക്ക് നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈമല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പെർമിഷൻ ചോദിക്കാനോ എടുക്കാനോ ഒരു മടിയായിരുന്നു. പിന്നെ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തു. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എനിക്ക് അവനെ എങ്ങനെയാലും എൻ്റെ ഫ്രെയിമിലൊന്ന് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. എനിക്ക് എന്തായാലും ആ കാഴ്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോയിട്ട് ഇടയ്ക്ക് വെച്ച് വാഷ്റൂമിൽ പോയപ്പോൾ ഞാനൊരു മിറർ കണ്ടു. എനിക്ക് ഭയങ്കര പ്രൗഡായി ആ മിററിൽ എന്നെ കണ്ടപ്പോൾ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. കേൾക്കുമ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണല്ലോ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ ഒരു ട്രിപ്പ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ മറക്കാൻ ആഗ്രഹിക്കാത്തതും മറക്കരുതേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ട്രിപ്പാണ്. കാരണം എനിക്ക് അത്രയും സന്തോഷം, എൻ്റെ ലൈഫ് ഇവിടുന്ന് തുടങ്ങുന്നു എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പോയതും വന്നതൊക്കെ. അതിനുശേഷം എനിക്കെന്തോ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ലൈഫിൽ ഇത്രയും സന്തോഷം പിന്നീട് എനിക്കുണ്ടായിട്ടില്ല കേട്ടോ. അത്രയും സന്തോഷത്തിലാണ് ഞാൻ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങാറായപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. നമുക്ക് മഴ എങ്ങനെ വേണമെങ്കിലും പറയാം. നാശം മഴ പെയ്തെന്ന് പറയാം, അല്ലെങ്കിൽ നല്ല മഴ പെയ്തെന്ന് പറയാം. ഞാൻ നല്ല മഴ പെയ്തെന്നാണ് പറഞ്ഞു കേട്ടോ. എനിക്ക് അത്രയും സന്തോഷത്തിലാണ് ഞാൻ ചെന്നിറങ്ങി. ഈ കുതിരൻ്റെയൊക്കെ ഫസ്റ്റ് ടൈം കാണുന്ന എക്സൈറ്റ്മെൻ്റ് ഒക്കെ എൻ്റെ ഫേസിലുണ്ടായിരുന്നേ. അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ വിളിച്ച് നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിലോട്ട് പോയി. റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അവിടുത്തെ സർവീസൊക്കെ നല്ല ചെറിയൊരു അപ്പച്ചനായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞു. സാരി ഉടുക്കുകയെന്ന് വെച്ചാൽ ചെറിയൊരു ടാസ്ക് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സെറ്റ് സാരിയൊക്കെ ഉടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട് നന്നായിട്ട് തേച്ച് മടക്കി തന്നുകൊണ്ട് അത് കുറച്ച് വേഗത്തിലായി. പിന്നെ നേരെ പളനി ചെന്നു. ഈ ഒരു കവാടമൊക്കെ കണ്ടപ്പോൾ ഉള്ള സന്തോഷമുണ്ടല്ലോ, എൻ്റെ കണ്ണൊക്കെ നിറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം കുറേ ആഗ്രഹിച്ച് ഞാൻ പോയൊരു യാത്രയാണിത്. പിന്നെ അവിടെ ചെന്നിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് കയറണം എന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. എനിക്ക് എല്ലാവരെയും എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തു. പക്ഷെ ഓരോ സ്റ്റെപ്പ് കയറി പോകുമ്പോഴും ഞാൻ കരുതി ഫോൺ അവിടെ വെച്ചത് എന്തുകൊണ്ടും നന്നായി. കാരണം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങി വന്നത്. കാരണം ഫോൺ കൊണ്ട് പോയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ല, വീഡിയോ എടുപ്പ് മാത്രം നടക്കത്തുള്ളായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, നമ്മൾ ഓരോ യാത്ര പോകുമ്പോഴാണല്ലോ ഓരോന്നൊക്കെ പഠിക്കുന്നത്. അങ്ങനെ കയറി എല്ലാം കണ്ട് ഇറങ്ങിയപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. എൻ്റെ സെറ്റ് സാരിയൊക്കെ ഒരു പരുവമായിരുന്നു. പിന്നെ നേരെ റൂമിൽ ചെന്ന് സാരിയൊക്കെ മാറി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പുറത്തിറങ്ങിയത്. പക്ഷെ എന്തായാലും ഈ യാത്ര ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. അത്രയും സന്തോഷമുള്ളൊരു